ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിലെ ആദ്യത്തെ മത്സരത്തിന് വേണ്ടി അർജന്റീന ഇറങ്ങുകയാണ്. എതിരാളികൾ അൾജീരിയയാണ്. നാളെ രാവിലെ ഇന്ത്യൻ സമയം 6:30 ഈ മത്സരം നടക്കുക. അർജന്റീന വിജയിച്ചുകൊണ്ട് തുടങ്ങും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ മത്സരത്തിൽ സ്കലോണി എങ്ങനെയായിരിക്കും ലൈനപ്പ് ഇറക്കുക, അതാണ് ആരാധകർക്ക് അറിയേണ്ടത്. ESPN അർജന്റീന ഒരു ലൈനപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് അവസാനത്തെ ട്രെയിനിങ് സെഷനിൽ സ്കലോണി ഉപയോഗപ്പെടുത്തിയ ലൈനപ്പാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് എമി മാർട്ടിനസ് തന്നെയായിരിക്കും, അക്കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. സെന്റർ ബാക്കുമാരായിക്കൊണ്ട് ക്രിസ്ത്യൻ റൊമേറോ, നിക്കോളാസ് ഓട്ടമെന്റി എന്നിവരായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ വിംഗ് ബാക്കുമാരായിക്കൊണ്ട് ഗോൺസാലോ മോന്റിയേൽ, ലിസാൻഡ്രോ മാർട്ടിനസ് എന്നിവർ കളിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ലിസാൻഡ്രോയെ വിംഗ് ബാക്ക് ആയിക്കൊണ്ട് കളിപ്പിക്കാനാണ് ഇപ്പോൾ സ്കലോണി ഉദ്ദേശിക്കുന്നത്. മധ്യനിരയിൽ എൻസോ ഫെർണാണ്ടസും അലക്സിസ് മാക്കാലിസ്റ്ററും ഉണ്ടാകും. അവർക്ക് തൊട്ടുമുന്നിൽ റോഡ്രിഗോ ഡീപോളും തിയാഗോ അൽമേഡയും ഉണ്ടാകും. സ്ട്രൈക്കർമാരായിക്കൊണ്ട് മെസ്സിയും ലൗറ്ററോ മാർട്ടിനസുമാണ് കളിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. ഇങ്ങനെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു അവസാനത്തെ ലൈനപ്പ്. ഒരുപക്ഷെ ഇതിൽ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം, കാരണം സ്കലോണി സമീപകാലത്ത് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. ഏതായാലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളെ സ്റ്റാർട്ടിംഗ് 11-ൽ ഉൾപ്പെടുത്താൻ തന്നെയാണ് സ്കലോണിയുടെ തീരുമാനം. നിക്കോ പാസ്, അതുപോലെ തന്നെ വാലന്റൈൻ ബാർക്കോ തുടങ്ങിയ താരങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിലായിരിക്കും കളിക്കളത്തിലേക്ക് വരിക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.